നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല വിഷയം കേരളത്തിലെ വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ UDF തക്കതായ നടപടി സ്വീകരിച്ചുവെന്നും ഇനി ആ വിഷയത്തിന് പ്രസക്തിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. UDF മഞ്ചേശ്വരം മണ്ഡലം സ്ഥാനാർത്ഥി സംഗമം നടന്നു. ശബരിമല വിഷയം മോഷണത്തിനപ്പുറം വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് KC വേണുഗോപാൽ. BJP കാസർഗോഡ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ജനങ്ങളും BJPയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത് കാണുവാൻ കഴിയുമെന്ന് CK പത്മനാഭൻ. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്കകം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കൂട്ടത്തല്ല്. കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയവർ തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായത്. കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഉത്തരമേഖല പ്രാദേശിക കാർഷിക കേന്ദ്രം. ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് തുടക്കമായി. കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരന്റെ മനസ്സിൽ വേലിയേറ്റം. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അംബികാസുധൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. ശബരിമല വിഷയം കേരളത്തിലെ വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ എത്ര മാറി മാറി വന്നാലും ഈ മുറിവ് വിശ്വാസികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ UDF തക്കതായ നടപടി സ്വീകരിച്ചുവെന്നും ഇനി ആ വിഷയത്തിന് പ്രസക്തിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR, വഖഫ് രജിസ്ട്രേഷൻ എന്നിവ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും യുദ്ധകാലാടിസ്ഥാനത്തിലല്ല ഇക്കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ശബരിമല വിഷയം ജനങ്ങളുടെ ഹൃദയത്തിന് ഏറ്റ മുറിവാണ്. അത് മുറിവുണങ്ങണമെങ്കിൽ കാലം കുറച്ചെടുക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഒരിക്കലും സംഭവിക്കും എന്ന് ആർക്കും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒന്നാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ആരും വിചാരിക്കാത്ത ഒന്നാണ്. ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്താ കഥ? ഏതറ്റം വരെ പോവാലോ. അതും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിയായിരുന്ന ഒരാൾ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ഭരണസമിതി കാട്ടിക്കൂട്ടിയതൊക്കെ അത് വല്ലാത്തൊരു മുറിവ് ജനഹൃദയത്തിൽ സൃഷ്ടിച്ച് വെച്ചത്. അതൊരു കാലത്തും ചർച്ച ചെയ്ത് മറ്റൊരു ചർച്ച വരുമ്പോൾ മാറിപ്പോണ ഒരു കാര്യമല്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെല്ലിക്കുന്ന് MLA, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൽ എന്നിവരും കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF മഞ്ചേശ്വരം മണ്ഡലം സ്ഥാനാർത്ഥി സംഗമം നടന്നു. കുമ്പളയിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ശബരിമല വിഷയം മോഷണത്തിനപ്പുറം വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മഞ്ചേശ്വരം നിയോജക മണ്ഡലം ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം കുമ്പളയിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം നിങ്ങളെല്ലാവരും. SIRന്റെ ദിവസങ്ങളാണ് ദിവസങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാണ്. അവർക്ക് വോട്ട് ചെയ്യാത്ത സമൂഹം ആരാണോ ആ സമൂഹത്തെ വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പച്ചയായിട്ട് നഗ്നമായിട്ട് കള്ളത്തരം കാണിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, PMC സ്റ്റേഷനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കമ്മീഷൻ BJPയുടെ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് എന്നുള്ളത് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ബീഹാറിലൊക്കെ വെട്ടിക്കളഞ്ഞ വോട്ടുകൾ 65 ലക്ഷം വോട്ടുകളാണ് വെട്ടിക്കളഞ്ഞത്. പിന്നെ ഉൾപ്പെടുന്നത് വളരെ നാമമാണ്. സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെല്ലാം നിയമ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം നടത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ വലിയ പ്രചരണമായിരുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ BJP മുന്നണിയിലേക്ക് പോകുന്നു. ഇന്ന് പത്രങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയാണ്. ഞാൻ ഹേമന്ത് സോറനെ കുറച്ച് മുമ്പ് വിളിച്ചു. എന്താണ് ഈ വാർത്ത? അദ്ദേഹം പറയുകയാണ്, ഞാനിന്നലെ അദ്ദേഹത്തെ ആവശ്യത്തിന് വേണ്ടി കാണാൻ പോയിരുന്നു. അത് സംസ്ഥാനത്തിന് ആവശ്യത്തിന് വേണ്ടി കാണാൻ പോയതാണ്. ആ കാണാൻ പോയ ചിത്രം എടുത്തിട്ട് അദ്ദേഹം BJPയിലോട്ട് പോകുന്നുള്ള വാർത്ത കള്ള വാർത്തയാണ്. അദ്ദേഹം നിഷേധിച്ചു. അത് അവിടുത്തെ പാർട്ടി നിഷേധിച്ചു, ഗവൺമെന്റ് നിഷേധിച്ചു. നുണകളുടെ, കള്ളത്തരങ്ങളുടെ വേലിയേറ്റമാണ് ഇന്ത്യ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം മോഷണത്തിനപ്പുറം വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വേണുഗോപാൽ പറഞ്ഞു. BJP CPM ബാന്ധവമാണ് കാണുന്നതെന്നും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള ഏറ്റവും നല്ല ഇടമായി കേരളം മാറുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഇടനിലക്കാരായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് പുറത്തു വന്നു കഴിഞ്ഞു. വളഞ്ഞ വഴിയിലൂടെയുള്ള ഒപ്പിടലാണ് ഇപ്പോൾ നടക്കുന്നത്. ജനാധിപത്യപരമായ വോട്ടവകാശത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബീഹാറിൽ 65 ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്തു. നുണകളുടെയും കള്ളത്തരങ്ങളുടെയും വേലിയേറ്റമാണ് ഇവിടെ നടക്കുന്നതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അധ്യക്ഷത വഹിച്ചു. കർണാടക മന്ത്രി സമീർ അഹമ്മദ്, AK മഷ്റഫ് MLA, KM ഷാജി, PK ഫൈസൽ, മഞ്ജുനാഥ ആൾവ, AK ആരിഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ജനങ്ങളും BJPയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത് കാണുവാൻ കഴിയുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. BJP കാസർഗോഡ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം നമ്പർ 1 എന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അതേസമയം അതീവ ദരിദ്രമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ മുൻകാലങ്ങളിൽ മുദ്രകുത്തിയ ഉത്തർപ്രദേശ് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങൾ പോലും വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നും CK പത്മനാഭൻ കൂട്ടിച്ചേർത്തു. ഈ മുനിസിപ്പാലിറ്റിയിൽ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സാധാരണ മനുഷ്യർക്ക് മകൻ തോന്നുന്നുണ്ട്. കുറച്ച് എത്രകാലം ഇവർ ചുമന്ന് നടന്നു. നമ്മുടെ ജീവിതം വഴിമുട്ടിയില്ലേ, ഇപ്പൊ പാഴായില്ലേ, ഒരു മാറ്റം വേണ്ടേ, എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ നമുക്ക് സ്വീകരിച്ചുകൂടാ എന്ന് ജനങ്ങളുടെ ഉള്ളിലൊരു ചിന്ത, ഒരു പരിവർത്തനമുണ്ട്. ഞാൻ ഈ വായ്പയിൽ പോയപ്പോൾ അവിടെ ഒരു ജപ്പ, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ജപ്പ അവരുണ്ട്, മുസ്ലിങ്ങളൊക്കെ വരുന്നു നമ്മുടെ കൂടെ. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു, ഇവിടുന്ന് പോയി അങ്ങോട്ട് പോയ ഒരാൾ UPയിൽ കൂടി നടന്നു പോവുകയാണ്. UPയിൽ കൂടി യോഗിയിൽ എത്താതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ വിശാലമായ നിർമ്മാണ റോഡുകൾ വലിയ മാറ്റം വന്നിട്ടുണ്ട് അവിടെ. അപ്പോഴതിന് അടുത്ത് കേരളത്തിൽ ഒരു എഴുതാം. പക്ഷേ എങ്കിലും അവിടെ ഈ ബീഫ് കഴിക്കാൻ പറ്റുമോ അവൻ്റെ ചോദ്യമാണ്. ചുരുങ്ങിയ വിലക്ക് പെട്രോളും ഡീസലും കിട്ടുന്നു, നല്ല റോഡുണ്ട് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഉടനെ ചാടി പിടിക്കുന്ന ബീഫില്ല. കാരണം ഇവൻ അതിലെ ബീഫിൽ വലിക്കുന്ന ആളാണ് തോന്നിയിരുന്നത് ഇത് കണ്ടാൽ. പക്ഷെ അതിന് പറഞ്ഞു അവിടെ ഇതില്ല, അവിടെ ഗോവധം വെച്ച്. കൺവെൻഷനോടനുബന്ധിച്ച് BJP കാസർഗോഡ് വിഷൻ 2030 എന്ന പേരിലുള്ള പ്രകടന പത്രിക CK പത്മനാഭൻ പ്രകാശനം ചെയ്തു. പ്രകടന പത്രിക നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ അവർ നിർവഹിക്കുന്നു. കാസർഗോഡ് മുനിസിപ്പൽ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, കാസർഗോഡ് മുനിസിപ്പൽ വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി ദയാനന്ദ പൂജാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. നെക്രാച്ച് കൊറക്കാന ശിരോനിലയത്തിലെ അശ്വത്താണ് രക്ഷപ്പെട്ടത്. കൂടുതൽ അന്വേഷണത്തിനായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയ അശ്വത് പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 മണിക്കൂറിന് ശേഷം പ്രതിയെ ആനഭാഗിലുവിലെ ഒഴിഞ്ഞ പറമ്പിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോക്സോ കേസിലെ പ്രതിയായ നെക്രാജെ കൊറക്കാന ശിരോനിലയത്തിലെ അശ്വത്താണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. ഇയാളെ ടൗൺ പോലീസ് പോക്സോ കേസിൽ പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 വിശദമായ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടു നൽകുകയും ചെയ്തിരുന്നു. കോടതിയിൽ നിന്നും സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ ലോക്കപ്പിലേക്ക് മാറ്റി. തുടർന്ന് സ്റ്റേഷന് പുറത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ പോലീസ് ഇയാൾക്കായി ശക്തമായ തിരച്ചിലാണ് നടത്തിയത്. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞതിന് പ്രതിക്കെതിരെ കേസെടുക്കുകയും കൂടുതൽ പോലീസ് സംഘം തിരിഞ്ഞ് തെരച്ചിൽ തുടരുകയും ചെയ്തു. 2 മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആനവാകിലുവിലെ ഒഴിഞ്ഞ പറമ്പിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ അശ്വത്തിനെ കണ്ടെത്തിയതോടെയാണ് പോലീസിന് ആശ്വാസമായത്. തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് പരിഭ്രാന്തി പടർത്തി. കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയവർ തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായത്. ആശുപത്രി കോമ്പൗണ്ടിലും സംഘങ്ങൾ ഏറ്റുമുട്ടി. ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തകർന്നതായും സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേറ്റതായും പരാതിയുണ്ട്. ചികിത്സാ സമയത്ത് പോലും വൈരാഗ്യം വിടാതെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കീഴൂർ പടിഞ്ഞാറിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയ ഇവർ അത്യാഹിത വിഭാഗത്തിൽ വാക്തർക്കം നടത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയുമായിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ഈ സംഭവമുണ്ടായത്. ചികിത്സ തേടിയെത്തിയവർ അത്യാഹിത വിഭാഗത്തിൽ വെച്ചും കൂടാതെ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ചും പരസ്പരം കയ്യാങ്കളി നടത്തി. ഡോക്ടറുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സംഘം പരസ്പരം ഏറ്റുമുട്ടിയത്. ഏറെ നേരം നീണ്ടുനിന്ന കൂട്ടത്തല്ല് ഡോക്ടർമാരിലും ആശുപത്രി ജീവനക്കാരിലും മറ്റു രോഗികളിലും പരിഭ്രാന്തി പടർത്തുകയും ആശങ്കയ്ക്കിടയാക്കുകയും ചെയ്തു. ചെമ്മനാട് എന്ന് പറഞ്ഞ 2 സ്ഥലത്തുള്ള ടീമുകൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അവർ ഈ കോമ്പൗണ്ടിൽ വെച്ചൊരു അടി നടന്നു. അതിനുശേഷം അവിടുന്ന് അടി കൂടിയിട്ട് അവർ നേരെ ഒ പി കൗണ്ടറിൽ കയറി. അവിടുന്ന് അടി നടന്നു. അവിടുത്തെ അടിച്ചപ്പോൾ നമ്മൾ അവിടെ സൗണ്ട് കേട്ട് ഇവിടുന്ന് സെക്യൂരിറ്റിയും സ്റ്റാഫെല്ലാം ഓടിപ്പോയത്. അവിടെ ചെന്നപ്പോഴത്തെ അവിടെ നല്ല അടി നടക്കുക. എന്നിട്ട് അവിടുന്ന് ഉണ്ടും തെള്ളും ഒക്കെ ആയിട്ട് ഈ നമ്മളെ ഡോറെല്ലാം പൊളിഞ്ഞിട്ട് ചില്ലിൻ്റെ അതിങ്ങനെ മുകളിലെല്ലാം പൊട്ടിയിട്ടതായി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടുന്ന് പറ്റുപോലെ ഞങ്ങൾ പുറത്ത് കിടക്കുക എല്ലാവരും പുറത്താക്കിയപ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടി. അയാൾക്ക് കണ്ണിനും കൈക്കൊക്കെ നല്ല ഇതുണ്ട്. അയാൾ ഇന്ന് ലീവാണ്. ശ്രീധരൻ എന്നാണ് അയാളുടെ പേര്. പിന്നെ അങ്ങനെ ഓടി അവസാനം കാഷ്വാലിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളം 2 ടീമുകളും. അങ്ങനെ സെയിം പാർട്ടി വന്നു. അതിലും ഒതുങ്ങിയില്ല. പിന്നെ വേറെയും ടീമുകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ സെക്യൂരിറ്റി പരിക്കുണ്ട്. സ്റ്റാഫിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. സ്റ്റാഫ് കുറവല്ലേ രാത്രി ഉണ്ടാവുക. 8 പേർക്കെതിരെ കേസുണ്ട്. ബാക്കിയുള്ള ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം 8 പേര് അല്ല ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിൽ കേസ് ആക്കിയത് 8 പേര്. അവിടെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെ കോമ്പൗണ്ടിനുള്ളിൽ നിന്നേ അടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒ പി കൗണ്ടറിൽ കയറി അവർക്ക് ഫസ്റ്റിൽ ഒ പി എടുക്കണം, അവർക്ക് എടുക്കണം അവിടെ തർക്കമായി. പരിക്കേറ്റിട്ട് അവർ ഒ പി എടുത്തിട്ട് കേസാക്കാൻ വേണ്ടി വന്ന ടീമുകളാണ്. അവിടെ വെച്ച് അടിയായി, പുറത്തടിയായി, പിന്നെ കാഷ്വാലിറ്റിക്ക് അകത്ത് അടിയായി. അങ്ങനെ അതൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും അത്ര അറിയില്ല. ഡോക്ടർക്കെതിരായിട്ടുള്ള ഇതുപോലെ തന്നെ അക്രമം ഉണ്ടായതാണ്. അതിനും ഇതുവരെ ഒരു നടപടി വന്നില്ല. അതുപോലെ നല്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പുറകെയാണ് ഇത് വന്നത്. ഇവിടെ സ്റ്റാഫിന് ഒരു സുരക്ഷയില്ല. ഇങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നതേ ഉള്ളൂ. എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കുക. ജീവനക്കാർക്ക് ഒരു സുരക്ഷിതല്ലോ സെക്യൂരിറ്റി ഒന്നുമില്ല. പോലീസ് എത്തിയതോടെയാണ് സംഘങ്ങൾ കയ്യാങ്കളി അവസാനിപ്പിച്ചത്. ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തകർന്നതായും സെക്യൂരിറ്റിക്ക് പരിക്കേറ്റതായും പരാതിയുണ്ട്. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടറുടെ പരാതി പ്രകാരം 8 പേർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ മുഹമ്മദ് നിസാറിൻ്റെ പരാതിയിൽ മാങ്ങാട് ബാരയിലെ PT ഷബീർ അലി, ചെമ്മനാട് കൊമ്പനടുക്കത്തെ P ജഗദീഷ് കുമാർ, കീഴൂർ പടിഞ്ഞാറിലെ അഹമ്മദ് ഷാനവാസ്, കൊമ്പനടുക്കത്തെ CK അജേഷ്, കീഴൂർ കടപ്പുറത്തെ അബ്ദുൽ ഷഫീർ, മുഹമ്മദ് അഫ്നാൻ, സയ്യിദ് അഫ്രീദ്, DM കുഞ്ഞഹമ്മദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിനിടെ കീഴൂർ പടിഞ്ഞാറിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ സംഘട്ടനത്തിൽ 14 പേർക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞഹമ്മദ്, ഷഫീർ, ഷാനവാസ്, ഷബീർ, കണ്ടാൽ അറിയാവുന്ന മറ്റ് 10 പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നേരത്തെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവമുണ്ടായിരുന്നു.
അണങ്കൂർ ബെതിരയിൽ തമ്മിൽ ഏറ്റുമുട്ടിയവർ ചികിത്സയ്ക്കായി എത്തുകയും പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ആക്രമിക്കുകയുമായിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടുവാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷവും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഡോക്ടർമാരിലും ആശുപത്രി ജീവനക്കാരിലും കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും സേവനം നടത്തുവാനുള്ള മതിയായ സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ തലത്തിൽ തന്നെ ആത്മീയ ചൈതന്യമായി കരുതുന്ന ശബരിമലയിലെ സ്വർണം കട്ടെടുത്തുകൊണ്ടുപോയി CPM-നും LDF-നും സമൂഹത്തിലിറങ്ങി എങ്ങനെ വോട്ട് ചോദിക്കുവാൻ കഴിയുന്നുവെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ചെറുവത്തൂരിൽ UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇത് പഞ്ചായത്തിന് പറ്റുന്നതായിട്ടാണ്. ഇതെങ്ങനെയാണ് വന്നത്? മോഡി പറഞ്ഞത് കണ്ണൂരിൽ സൂക്ഷിക്കണമെന്ന് ആദ്യം, പിന്നീട് പറഞ്ഞു അത് ഏറ്റവും നല്ല പദ്ധതിയാണ്. തൊഴിൽ പദ്ധതി, കോവിഡ് കാലത്ത് ആളുകൾ നിലനിർത്തില്ല പദ്ധതികൾ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഈ നാടിന് കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ള കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നു. അതാണ് പഞ്ചായത്തുകളിൽ നടക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് പോലും പലപ്പോഴും തീരുമാനമെടുത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത്. പിന്നെ ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇന്ദിരാവാസ ഇതെല്ലാം നടക്കാൻ UDF ചെയർമാൻ പൊറായ്ക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, KPCC ജനറൽ സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, ടോമി പ്ലാച്ചേരി, സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, UDF സ്ഥാനാർത്ഥികളായ കരിമ്പിൽ കൃഷ്ണൻ, VM സാന്ദ്ര, പഞ്ചായത്ത് UDF കൺവീനർ DM സുകുമാരൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, KV ഗംഗാധരൻ, PV ഉമേശൻ, KP പ്രകാശൻ, ലത്തീഫ് നീലഗിരി, മടിയൻ ഉണ്ണികൃഷ്ണൻ, ജോസഫ് മുത്തോലി, MV ഉദ്ദേശ് കുമാർ, അഷ്റഫ് പള്ളിക്കണ്ടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് വികസന സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ് ധൂർത്തുമൂലം കേരളത്തെ കടക്കെണിയിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെ ആദ്യഘട്ട പര്യടനം വളവറ മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകളും വലിയപറമ്പ് പഞ്ചായത്തിലെ മാടക്കാൽ വാർഡും ഉൾക്കൊള്ളുന്ന പിലിക്കോട് ഡിവിഷനിൽ 3 ദിവസം നീളുന്ന പര്യടന പരിപാടിയുടെ ആദ്യ ദിനം 16 കേന്ദ്രങ്ങളിലാണ് UDF സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടത്. വളവറയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ VK ബാവ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV ഗംഗാധരൻ, സത്താർ വടക്കുംപാട്, KV വിജയൻ, PV കണ്ണൻ മാസ്റ്റർ, പ്രസാദ് വളവറ, PM രഘുനാഥ്, C രവി, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി VP സുനീറ, വളവറ വാർഡ് സ്ഥാനാർത്ഥി MK പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് തട്ടിയെടുക്കുന്ന ഒരു സമീപനവുമായി മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരായി കേരളത്തിലെ പിണറായി സർക്കാർ മാറി. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളോട് UDF-ന് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാകണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു ഡിവിഷൻ, ഒരു ജില്ലാ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഏകദേശം 50-55,000 വോട്ടർമാരുള്ള ഈ ഡിവിഷൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വോട്ടർമാരെ നേരിടാനാണോ? ഏറ്റവും ഒടുവിൽ അയ്യപ്പനെ തന്നെ കട്ടുകൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഒരു ഭരണം കൂടി കിട്ടിയാൽ ശബരിമല ശാസ്താവ് അവിടെ ഉണ്ടാവില്ല. AKG സെന്ററിലേക്ക് കട്ട് കടത്തും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഹോർട്ടികൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക കേന്ദ്രത്തിൽ തുടക്കമായി. കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും പരിശീലനം നൽകുന്നതിനൊപ്പം ശാരീരിക, മാനസിക, ആത്മീയ ഉന്നമനത്തിനായി ഹോർട്ടികൾച്ചറൽ തെറാപ്പിയിലൂടെ കഴിയുന്ന തരത്തിലാണ് 3 മാസം നീളുന്ന പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടികൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിന്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ അവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമിട്ടത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തെരഞ്ഞെടുത്തവരാണ് പങ്കെടുക്കുന്നത്. സൗജന്യ പരിശീലനത്തിനൊപ്പം സ്റ്റൈപ്പൻഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. ലോക ഭിന്നശേഷി ദിനത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ ഹോർട്ടികൾച്ചർ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കായി ഞങ്ങളുടെ കാർഷിക ഉത്സവങ്ങൾ ഒരുക്കിയിരുന്ന വേദികൾ, അവർക്കായിട്ട് സ്റ്റാളുകളായാലും നമ്മുടെ ഒരു കാർഷിക ലൈവ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള അടുപ്പം കാർഷിക നമ്മുടെ ആരോഗ്യ കരുതലുകളെക്കുറിച്ച് തിരിച്ചും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അധികം ചിന്തിക്കാതെ അതിനോട് യെസ് പറയാൻ സാധിച്ചത്. വെള്ളയാണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ GK ബേല അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ഡോക്ടർ KV സുമേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് M ഗീത, ഹോർട്ടികൾച്ചറൽ തെറാപ്പിസ്റ്റുകളായ അഞ്ജന വർഗീസ്, MS ആൻ തെരേസ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നയബസാർ ഡിവിഷനിൽ വിജയമുറപ്പിക്കുവാൻ പ്രചരണം ശക്തമാക്കി UDF. മികച്ച നേതാവും ജനപ്രതിനിധിയുമായിരുന്ന ജമീലയെയാണ് നയബസാറിൽ UDF പോരാട്ടത്തിനിറക്കിയത്. നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും നിരവധി ജനകീയ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയയുമായ ജമീലയുടെ വിജയം ഈ തിരഞ്ഞെടുപ്പിൽ അനായാസമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ തിരഞ്ഞെടുപ്പാവേശം നാട്ടിലെങ്ങും നിറയവേ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ഡിവിഷനുകളിലൊന്നാണ് നയബസാർ ഡിവിഷൻ. മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് ഇത്തവണ ഈ ഡിവിഷനിൽ UDF പ്രതീക്ഷ. ജനകീയ നേതാവും ജനപ്രതിനിധിയുമായിരുന്ന ജമീല സിദ്ദിഖ് സ്ഥാനാർത്ഥിയായുള്ളത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും നിരവധി ജനകീയ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയയുമായ ജമീലയുടെ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ അനായാസമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മംഗൽപാടി പഞ്ചായത്ത് മെമ്പറായിരുന്ന ജമീല വൈസ് പ്രസിഡന്റായും ജനസേവനം നടത്തിയിരുന്നു. ഈ സേവനങ്ങൾ നൽകിയ അനുഭവങ്ങളുടെ കരുത്തിൽ വീണ്ടും അംഗത്തിനിറങ്ങുമ്പോൾ നാട്ടുകാർ നൽകുന്നത് മികച്ച പിന്തുണയാണെന്ന് ജമീല പറയുന്നു. നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും കൂടാതെ ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ജമീല ഉറപ്പു നൽകുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ സമയത്തും നാട്ടുകാരുടെ ഒപ്പമുണ്ടാകുമെന്നും ജമീല പറഞ്ഞു. ഞാൻ ജമീല സിദ്ദീഖാണ്. നയബസാർ ഡിവിഷനിൽ നിന്നും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. ഞാൻ 5 വർഷം മംഗൽപാടി പഞ്ചായത്ത് മെമ്പറായിരുന്നു. 5 വർഷം മംഗൽപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു. എല്ലാവർക്കും ജാതി മതം ഭേദമില്ലാതെ പണിയെടുത്ത് നല്ല വിശ്വാസത്തോടെ ഉണ്ടായിരുന്നു. ഇനിയും എന്നെ എല്ലാ നല്ലവരായ ഞാൻ വിജയിച്ചു വന്നാൽ ഇനി നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ല പോലെ പണിയെടുത്ത് വിശ്വാസത്തോടെ ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. ഞാൻ ഇതിനു മുമ്പും നല്ല പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റ് ആകുമ്പോൾ ജാതിഭേദം മതമില്ലാതെ ജീവിച്ചവളാണ്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ, വോട്ടർമാർ എന്നെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ജമീല ശക്തമായ പ്രചരണ പരിപാടികളുമായി വാർഡിൽ സജീവമാണ്. UDF പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം പ്രചരണത്തിനായി ഒപ്പമുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി നേരിട്ടാണ് പ്രധാനമായും വോട്ടഭ്യർത്ഥന നടത്തുന്നത്. യോഗങ്ങളിൽ പങ്കെടുത്തും ജമീല വോട്ടുറപ്പിക്കുന്നു. ഇത്തരത്തിൽ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയതോടെ നയബസാർ ഡിവിഷനിൽ തെരഞ്ഞെടുപ്പാവേശം അതിൻ്റെ പരമോന്നതിയിൽ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
എഴുത്തിന്റെ ലോകത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരന്റെ മനസ്സിൽ വേലിയേറ്റം. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിലാണ് അംബികാസുധൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയത്. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് സദസ്സിൽ ഇരുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് തന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ മിന്നിമറിയുന്നത് നേരിട്ട് കണ്ട് ആസ്വദിച്ചു. 2 മത്സ്യങ്ങൾ, ഒരു പ്രാണവായു, ഉടുപ്പ്, ഒരു പുസ്തക വീട് എന്നീ കഥകളിലെ കഥാപാത്രങ്ങളാണ് കഥാകാരന് മുന്നിൽ അരങ്ങിൽ ജീവിച്ചത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കഥാപാത്രങ്ങളായത്. ഒപ്പം ചന്തേര ഓട്ടിസം സെന്ററിലെ കുട്ടികളുടെ സ്വാഗത നൃത്തവും സദസ്സിന്റെ കയ്യടി വാങ്ങി. സ്വന്തം സാഹിത്യ സൃഷ്ടിയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ മികച്ച അവാർഡ് ഏറ്റുവാങ്ങുന്നതിനേക്കാൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഇത് മാറിയതായി അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള പരിപാടികളിൽ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഓടിയെത്താറുണ്ട്. അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ചന്തേരയിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ആ ഒരു സ്വാഗത നൃത്തം ഗംഭീരമായി എന്ന് പറയാതെ. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ VS ബിജുരാജ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാംഭട്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചെറുവത്തൂർ BPC VV സുബ്രഹ്മണ്യൻ, പരിശീലകൻ P രാജഗോപാലൻ, അശോകൻ മടയമ്പത്ത്, EK ബൈജ, K ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അംബികാസുധൻ മാങ്ങാട്, ഉമേഷ് ചെറുവത്തൂർ, കലാമേളകളിൽ മികവ് തെളിയിച്ച കുട്ടികൾ, ചന്തേര സ്കൂളിലെ അധ്യാപിക M റീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രരചന, ഹ്രസ്വ സിനിമാ മത്സര വിജയികൾക്ക് സമ്മാനദാനം എന്നിവയും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മനഃശാസ്ത്ര സേവന രംഗത്തെ മുൻനിര സ്ഥാപനമായ വേദ ഹാപ്പിനെസ് സെന്റർ ലോക വൈകല്യ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. 50-ൽ പരം യുവജനങ്ങൾ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. വൈകല്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവർ ഉത്സാഹത്തോടെ സംസാരിക്കുകയും ഭാവിയിൽ സമൂഹത്തിനായി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ലോക വൈകല്യ ദിനാചരണത്തിന്റെ ഭാഗമായി മനഃശാസ്ത്ര സേവന രംഗത്ത് മുൻപന്തിയിലുള്ള വേദ ഹാപ്പിനെസ് സെന്റർ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. പരിപാടിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ എന്നിവരോടൊപ്പം 50-ൽ പരം യുവജനങ്ങളും സജീവമായി പങ്കെടുത്തു. വൈകല്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവർ ഉത്സാഹത്തോടെ സംസാരിക്കുകയും ഭാവിയിൽ സമൂഹത്തിനായി എന്തു ചെയ്യുവാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. വൈകല്യം ശാരീരിക പരിമിതികൾ മാത്രമല്ല, മാനസികവും മനഃശാസ്ത്രപരവുമായ ബുദ്ധിമുട്ടുകൾ സമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് പരിപാടിയിൽ സംസാരിക്കവേ സെന്റർ ഡയറക്ടർ പ്രിയങ്ക P പറഞ്ഞു. മികച്ച സമീപനമുണ്ടാകുവാനും ശരിയായ ബോധവൽക്കരണം സമൂഹത്തിലേക്ക് എത്തിക്കുവാനും ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് വരണമെന്നും അവർ അഭ്യർത്ഥിച്ചു. റെസിലിയൻസ് ഇൻക്ലൂഷൻ ആക്ഷൻ എന്ന വിഷയത്തിൽ ഇൻക്ലൂസീവ് ആക്ടിവിസ്റ്റ് അനുരാഗ് മുണ്ടക്കൈ നടത്തിയ സെഷനും അബിലിറ്റി ഇൻ എവരി സോൾ എന്ന വിഷയത്തിൽ JCI നാഷണൽ ട്രെയിനർ യതീഷ് ബലാൾ നടത്തിയ പ്രഭാഷണവും പരിപാടിയിൽ പങ്കെടുത്തവരെ ആഴത്തിൽ സ്വാധീനിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ രാമകൃഷ്ണന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ സന്ദേശവും പരിപാടിക്ക് ഊർജം പകർന്നു. വൈകല്യമുള്ളവർക്ക് സമൂഹത്തിന്റെ കരുതലും ചുമതലയോടെയുള്ള ഇടപെടലും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സെന്റർ ജോയിന്റ് ഡയറക്ടർ വിനീത് VG UDID കാർഡിനെയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികളെയും പരിചയപ്പെടുത്തി. ഇത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വേദ ഹാപ്പിനെസ് സെന്റർ നൽകുന്ന പിന്തുണയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണത്തോടെ പരിപാടി സമാപിച്ചു. ഉൾക്കൊള്ളുവാനുള്ള മനസ്സും സഹാനുഭൂതിയും സാമൂഹിക പിന്തുണയും ചേർന്നാൽ മാത്രമേ യഥാർത്ഥ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനാകൂ എന്ന സന്ദേശമാണ് വേദ ഈ വേൾഡ് ഡിസബിലിറ്റി ഡേ ആഘോഷത്തിലൂടെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും പ്രഥമ സനദ് ദാന സമ്മേളനത്തിനും തുടക്കമായി. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ പതാക ഉയർത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ മുഷാവറയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും പ്രഥമ സനദ് ദാന സമ്മേളനത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ പതാക ഉയർത്തി.
സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ദാരിമി, സയ്യിദ് ഫരീദുദ്ദീൻ തങ്ങൾ, സയ്യിദ് ജാഫർ തങ്ങൾ, ബേർക്ക അബ്ദുല്ലക്കുഞ്ഞി ഹാജി, അഷ്റഫ് പള്ളിക്കണ്ടം, PS ഇബ്രാഹിം ഫൈസി, മാഹിൻ കേളോട്ട്, MS മൊയ്തീൻ, E അബൂബക്കർ, സമീർ ഹൈത്തമി, അബ്ദുല്ല ചാലക്കര, ഹമീദ് ബാറക്ക, അഷ്റഫ് ഫൈസി, ഇബ്രാഹിം കിടഞ്ചി തുടങ്ങിയവർ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പ്രശസ്ത പ്രാസംഗികൻ സിംസാറുൽ ഹഖ് ഹുദവി തുടങ്ങി പ്രശസ്ത സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ ഒറ്റത്തായി വെള്ളാട്ടെ അലക്സ് ഡൊമിനിക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരു പോലീസ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇരുചക്ര വാഹനങ്ങൾ കവർന്ന കേസിൽ അലക്സ് ഡൊമിനിക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കുമ്പളയിൽ സ്കൂട്ടർ കവർന്നതും ഇയാൾ തന്നെയാണെന്ന് വ്യക്തമായത്. നവംബർ 17-ന് കാഞ്ഞങ്ങാട്ട് ജോലിക്ക് പോകുമ്പോൾ കൊടിയമ്മയിലെ ഭവ്യ കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തു പോയി വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് സ്കൂട്ടർ മോഷണം പോയതായി മനസ്സിലായത്. ഭവ്യയുടെ പരാതിയിൽ പ്രതിക്കായി പോലീസ് വ്യാപകമായ രീതിയിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെ മംഗളൂരു പോലീസ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇരുചക്ര വാഹനങ്ങൾ കവർന്ന കേസിൽ അലക്സ് ഡൊമിനിക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കുമ്പളയിൽ സ്കൂട്ടർ കവർന്നതും ഇയാൾ തന്നെയാണെന്ന് വ്യക്തമായത്. ഇതിനിടെ കാസർഗോഡ് ASP നന്ദഗോപാലിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പഴുതടച്ച അന്വേഷണത്തിൽ സ്കൂട്ടർ മോഷ്ടിച്ചത് അലക്സ് ഡൊമിനിക്കാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നിരവധി CCTV ക്യാമറകളും സംശയിക്കുന്ന ആൾക്കാരുടെ ഫോൺ കോളുകളും പിന്തുടർന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കുമ്പള പോലീസ് സംഘം മംഗളൂരുവിലെത്തി ജയിലിൽ കഴിയുകയായിരുന്ന ഡൊമിനിക്കിനെ കസ്റ്റഡിയിലെടുത്തു. തെളിവെടുപ്പിന് ശേഷം കർണാടക കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDFന്റെ വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മുക്താർ അലി ശിഹാബ് തങ്ങൾ. അജാനൂർ പഞ്ചായത്ത് 20-ാം വാർഡ് അജാനൂർ കടപ്പുറം UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വമ്പിച്ച വിജയത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 20-ാം വാർഡ് അജാനൂർ കടപ്പുറം UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർഡ് എന്നല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് നമുക്കാർക്കും പറഞ്ഞു തരേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ യാതനകളും വേദനകളും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തീരേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. KM മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ അതിന് പകരം ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് ഒരെണ്ണം തന്നോളൂ എന്നത് പുതിയ അടവാണ്, ഏറ്റവും പുതിയ അടവാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ദയനീയ അവസ്ഥ, വോട്ടിന് വേണ്ടിയിട്ട് കാലുവരെ അവർ പിടിക്കും. ഈ ദയനീയാവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നും പാവങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളല്ലേ, പരിചയമുള്ള ആളുകളല്ലേ, അതുകൊണ്ട് ഒരെണ്ണം കൊടുത്തേക്കാം എന്ന് ആരെങ്കിലും അപകടകരമായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വന്നാൽ തീർന്നു. ദേശീയ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, സംസ്ഥാന രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രമുഖമായൊരു പഞ്ചായത്താണ് അജാനൂർ പഞ്ചായത്ത്. ഇതിലെ 20-ാം വാർഡിലേക്കാണ് ഇവിടുന്ന് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷമായി അജാനൂർ പഞ്ചായത്ത് ഭരണം നടത്തിയ LDF നാടിന്റെ വികസനത്തിനായി ഒരു ക്ഷേമ പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നും പഞ്ചായത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷക്കാലമായി എന്നും അതുകൊണ്ട് UDFന്റെ ഭരണം അനിവാര്യമായി വന്നിരിക്കുകയാണെന്നും വർത്തമാനകാലം അത് ആഗ്രഹിക്കുകയാണെന്നും ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A ഹമീദ് ഹാജി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി, A അബ്ദുള്ള, മുനീർ പാലായി, കുൽബുദ്ദീൻ പാലായി, L ഷെരീഫ്, ഷീബ കടപ്പുറം, ഖദീജ നസീം എന്നിവർ സംസാരിച്ചു.
സ്ഥാനാർത്ഥികളായ സി സുമിത, സി കുഞ്ഞാമിന കൊളവയൽ എന്നിവരും സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ കെ രവീന്ദ്രൻ സ്വാഗതവും ഷിഹാബ് പാലായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം. ധനലക്ഷ്മി പൂജയും മഹാകുരുതിയും നടന്നു. അടൂട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ധനലക്ഷ്മി പൂജ നടന്നു. തുടർന്ന് മഹാകുരുതി ചടങ്ങും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ക്യാമ്പ് പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നിർവഹിച്ചത്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് 33,313 ക്യാമ്പ് പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നിർവഹിച്ചത്. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലാണ് സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്നത്. കാൽനാട്ടൽ ചടങ്ങിന് ശേഷം നടന്ന പൊതുസമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്നും ഈ ആവേശത്തോടു കൂടി സമസ്ത കേരള ജമിയത്തുലമയുടെ 100ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കണം. അതിന് എല്ലാവരും വളരെ വിശുദ്ധമായ മനസ്സോടുകൂടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിട്ട് ഇത് വലിയൊരു സംഭവമാണ്. അതിൻ്റെ അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാവണം നമ്മുടെ ഓരോ നിമിഷങ്ങളും, നമ്മുടെ ഓരോ ചലനങ്ങളും ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടതെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി അവർക്ക് അവരുടെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്കൊക്കെ നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുസലാം ദാരിമി ആലമ്പാടി സ്വാഗതം പറഞ്ഞു. സമസ്ത മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്വാഗത സംഘം ട്രഷറർ ഇബ്രാഹിം ഹാജി ഷാർജ, K ഉമർ ഫൈസി മുക്കം, AV അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, BK അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംബ്രാണ, ഉസ്മാൻ ഫൈസി തോടാർ, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് MS തങ്ങൾ മദനി, സയ്യിദ് TPC തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാന്നാർ, ചെങ്കളം അബ്ദുള്ള ഫൈസി, അബ്ദുൽ ഖാദർ നദ്വി കുണിയ, ഇബ്രാഹിം ഫൈസി പള്ളങ്കോട്, CKK മാണിയൂർ, മുസ്തഫ അഷ്റഫി കൊക്കുപടി, അബ്ദുൾ മജീദ് ദാരിമി പയ്യക്കി, താജുദ്ദീൻ ദാരിമി പടന്ന, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, EP ഹംസത്തു സഅദി, സയ്യിദ് ഷുഹൈബ് തങ്ങൾ, അബ്ദുൽ ഹമീദ് മദനി, സൊലാവുദ്ദീൻ ഫൈസി വെന്നിയൂർ, KK ഉമ്മർ, ഷറഫുദ്ദീൻ കുണിയ, സയ്യിദ് അസദി പുഞ്ചാവി, യൂനുസ് ഫൈസി കാക്കടവ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ പാറക്കാടൻ തറവാട് ആണ്ട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അതിയാമ്പൂർ പാറക്കാടൻ തറവാട് ആണ്ട് കളിയാട്ട ഉത്സവം തറവാട്ടംഗങ്ങളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും കൂട്ടായ പങ്കാളിത്തത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി തുടക്കത്തിൽ ഉഗ്രമൂർത്തിയും പിന്നീട് ശാന്തസ്വരൂപിണിയുമാകുന്ന തറവാട് ധർമ്മദൈവം മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യം, ഗുളികൻ എന്നീ തെയ്യങ്ങൾ ചെണ്ടമേളത്തിൻ്റെയും ചിലമ്പൊലി നാദത്തിൻ്റെയും ഭക്തി ആർപ്പുവിളിയുടെയും അകമ്പടിയിൽ ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് മഞ്ഞൾ പ്രസാദം നൽകി അനുഗ്രഹിച്ചു.
തുലാഭാരം, അനുബന്ധ പ്രാർത്ഥനകൾ, മാതൃസമിതിയുടെ തിരുവാതിര, കുട്ടികളുടെ കലാപരിപാടികൾ, ഗാനാലാപനം, അന്നദാനം എന്നിവയും നടന്നു. നിരവധി ഭക്തരാണ് ദൈവങ്ങളുടെ അനുഗ്രഹം തേടി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിഷയം കേരളത്തിലെ വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ UDF തക്കതായ നടപടി സ്വീകരിച്ചുവെന്നും ഇനി ആ വിഷയത്തിന് പ്രസക്തിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. UDF മഞ്ചേശ്വരം മണ്ഡലം സ്ഥാനാർത്ഥി സംഗമം നടന്നു. ശബരിമല വിഷയം മോഷണത്തിനപ്പുറം വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് KC വേണുഗോപാൽ. BJP കാസർഗോഡ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ജനങ്ങളും BJPയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത് കാണുവാൻ കഴിയുമെന്ന് CK പത്മനാഭൻ. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്കകം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കൂട്ടത്തല്ല്. കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയവർ തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായത്. കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഉത്തരമേഖല പ്രാദേശിക കാർഷിക കേന്ദ്രം. ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് തുടക്കമായി. കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരന്റെ മനസ്സിൽ വേലിയേറ്റം. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അംബികാസുധൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.